ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? നമുക്കിന്ന് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയാലോ? ചമ്മന്തിപ്പൊടി അല്ലെ വേപ്പിലക്കട്ടി എന്നൊക്കെ പറയും ഓരോ നാട്ടിൽ. നമ്മളിതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ആദ്യമേ തന്നെ 3 തേങ്ങയുടെ വലിയ 3 തേങ്ങയുടെ ചിരവിയതാണ്. ഇത് ചിരവിയത് നമ്മൾ ഒരേപോലെ ആണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. കഴന്നു പോയതോ അല്ലെങ്കിൽ അടന്നു പോയതോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒരൊറ്റ കറക്ക് ഇറക്കിയെടുത്താൽ എല്ലാം ഒരേപോലെ നമുക്ക് കിട്ടും. തേങ്ങ അങ്ങനെ അടുപ്പേ കയറ്റി. ഇനി ഇതിനകത്ത് ചേർക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാവേ. ഞാൻ കാന്താരിമുളക് എടുത്തേക്കുന്നത്. ഒരു 2 ചെറുനാരകത്തിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, ഒരു സ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളക്, നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മൾ ചേർക്കുന്ന നമ്മുടെ മെയിൻ സാധനം കറിവേപ്പില തന്നെ വേണം. പിന്നെ പുളി, കല്ലുപ്പ്. ഇപ്പം നമ്മൾ സാധാരണയൊക്കെ ചെയ്യുന്നതിനാന്ന് ചോദിച്ചാൽ ഇപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കും ചിലവർ അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഞാൻ പഴയ രീതിയിൽ തന്നെ ലാസ്റ്റ് നമ്മൾ പുളിയും കല്ലുപ്പും കൂടെ ആദ്യം ഇടിച്ചതിന് ശേഷം ആണ് നമ്മൾ പിന്നെ ബാക്കി നമ്മുടെ തേങ്ങയൊക്കെ പൊടിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് ഞാനും ഇപ്പം ചെയ്യാൻ പോകുന്നത് കേട്ടോ. വറ്റൽമുളക്, കാന്താരിമുളക് ഉണങ്ങിയതില്ല എങ്കിൽ നമുക്ക് വറ്റൽമുളക് മുറിച്ചിട്ട് കുരു അതിനകത്ത് ഒഴിവാക്കിയിട്ട് ചേർക്കുന്ന ഒന്നും കൂടെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ കുരു ഇങ്ങനെ പൊടിയാതെയൊക്കെ കിടക്കുകയും അല്ലെങ്കിൽ എരിവ് കൂടുകയോ അങ്ങനെയൊക്കെ ചെയ്യും. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. കാന്താരി ഇല്ല എങ്കിൽ വറ്റൽമുളക് ചേർത്താൽ മതി. നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാവേ. ജലാംശം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. അത് വറ്റിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ കാന്താരി അത് ആവശ്യത്തിന് നിങ്ങൾ ചേർത്തോ, നിങ്ങളുടെ എരിവിന് പാകത്തിന്. ഇതിപ്പോൾ ഒരു മുഴുത്ത 3 തേങ്ങയായിരുന്നു കേട്ടോ. അതിൽ ഒരു പിടുത്തം കാന്താരി ഇട്ടു, നാരകത്തിൻ്റെ ഇല, വെളുത്തുള്ളി, കുരുമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇടണേ, ഒരു ടേസ്റ്റ്. ചിലർ ചെറിയുള്ളി ചേർക്കും. ഇതിപ്പം ചെറിയുള്ളി ചേർത്താലും ടേസ്റ്റാണ്, കുഴപ്പമില്ല. പക്ഷേ നമുക്കിത് കൊടുത്തു വിടേണ്ടതൊക്കെ ആയതുകൊണ്ട് കുറച്ച് നാൾ പിള്ളേരെപ്പോഴും അങ്ങനെ മുഴുവനും കൂട്ടി തീർക്കത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചെറിയുള്ളി ചേർക്കാതിരുന്നത്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇച്ചിരി കൂടുതൽ വേണം. വേപ്പിലക്കട്ടി എന്ന് പറയുമ്പം തന്നെ കറിവേപ്പില വേണമല്ലോ. ഞാൻ 2 പിടുത്തം, 2 അല്ല 2.5 പിടുത്തം ഇട്ടു. ഈ കറിവേപ്പില ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ടേസ്റ്റാണ്. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടിക്ക് പിടിക്കാട്ടെ അല്ലെങ്കിൽ എന്താ പറയുക കരിഞ്ഞു പോകാട്ടെ ഒന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ ടേസ്റ്റ് അങ്ങ് പോകും. ഇനി ഇത് നല്ല പോലെ ഒന്ന് ചുമക്കെ വറുത്തെടുക്കാം. അതിന് ഒരു പരുവമുണ്ട് കേട്ടോ. ആ പരുവത്തിലേ നമ്മൾ വറുക്കാവുള്ളൂ. ഇതിനകത്ത് എണ്ണയൊന്നും ഒഴിക്കരുത് കേട്ടോ. എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഈ തേങ്ങയ്ക്ക് അധികം എണ്ണ ഇല്ലാതിരുന്നതുകൊണ്ട് ഞാൻ ഇതിനകത്തൊന്ന് പിഴിഞ്ഞെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്തുനിന്നുള്ള എണ്ണ കിനിഞ്ഞിറങ്ങും. അതുകൊണ്ട് ഞാൻ എണ്ണ ഒഴിവാക്കും. വറക്കുമ്പം അല്ലെങ്കിൽ ചട്ടി കരിയോ കങ്ങോ എണ്ണ ഒഴിക്കണ്ടേന്നൊന്നും നോക്കരുത്, ഒഴിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. തേങ്ങയൊക്കെ മൂത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മൂക്കണം. ഇനിയിപ്പോൾ ഈ ചട്ടിയിലിരുന്ന് ഒരു മൂക്കലും കൂടെ അങ്ങ് ആകുവേ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഓഫ് ചെയ്യണമേ. എന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചട്ടിക്ക് നല്ല ചൂടല്ലേ, അതിലൊന്നാവും. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകും കേട്ടോ. ഇത്ര ആയെങ്കിലേ നമുക്ക് കളറ് കിട്ടുള്ളൂ. ഈ സ്റ്റൗ ഓഫ് ചെയ്തേ. ചട്ടിയുടെ ചൂടിൽ അങ്ങോട്ട് ഇളക്കി നമ്മൾ ഒന്നും കൂടെ സെറ്റാവട്ടെ. തേങ്ങ എണ്ണ കുറവുള്ള തേങ്ങ നോക്കി എടുത്തുകൊണ്ടാണ് നമുക്ക് കണ്ടോ എണ്ണയൊന്നും ഇങ്ങനെ കിനിഞ്ഞ് വരാത്തത്. നിങ്ങൾക്ക് നല്ല എണ്ണ കൂടുതലുള്ള തേങ്ങയാണെങ്കിൽ ഞാൻ പറഞ്ഞ് ഓർക്കണേ, ഒന്ന് പിഴിഞ്ഞ് കളയണം കേട്ടോ. നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷേ എന്നാന്നറിയോ, നമ്മളത് ആദ്യമേ ശ്രദ്ധിച്ചില്ലെങ്കിലില്ലേ ആ ചമ്മന്തിപ്പൊടി പിന്നെ ഒന്നിനും പറ്റാതെയാവും. പൊടിച്ചു വരുമ്പം തന്നെ ഒന്ന് കുഴയും.
പിന്നെ അല്ലെങ്കിൽ തന്നെ പിന്നെ ഇരിക്കത്തുമില്ല. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ തേങ്ങയൊക്കെ നല്ല പോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയും ചട്ടിക്കകത്തുനിന്ന് നമുക്ക് കോരി ഒന്ന് തണുക്കാൻ വെക്കാതെ. ഈ ചട്ടി തന്നെ ഇരുന്നാലും മതി. പക്ഷേ നല്ല ചൂടുള്ള ചീനിച്ചട്ടി ആയതുകൊണ്ട് മൂപ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരും. അതുകൊണ്ട് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചമ്മന്തിപ്പൊടിയുടെ ടേസ്റ്റേ മാറും. അതുകൊണ്ട് നമുക്കൊരു സ്റ്റീൽ പ്ലേറ്റിലേക്കോ ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ആദ്യം തന്നെ നമ്മൾ തുണി കൊണ്ട് തുടച്ചതാണെങ്കിൽ പോലും നമ്മൾ ഈ എടുക്കുന്ന പാത്രങ്ങളെല്ലാം വൃത്തിക്ക് തുടച്ചിരിക്കണം കേട്ടോ. ജലാംശം ഒരു ലേശം പോലും ഉണ്ടാവാൻ പാടില്ല. പൊടിക്കുന്ന മിക്സി ആണെങ്കിലും അതുപോലെ തന്നെ നല്ല പോലെ തുടച്ചെടുക്കണം. ഇനി നമുക്ക് ആദ്യമേ പുളിയും കല്ലുപ്പും കൂടെ, ഇത്രയും പുളിയെ ഞാൻ എടുക്കുന്നുള്ളേ. കല്ലുപ്പും പാകത്തിന് വേണമെങ്കിൽ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടിയാൽ കുറയ്ക്കാൻ ഒരു രക്ഷയില്ല. കുറഞ്ഞാൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കട്ടെ. എന്നിട്ടില്ലേ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിലിടുക. കുറച്ച് തേങ്ങയുടെ മിക്സും കൂടെ ഇട്ട് ഒന്നിച്ചങ്ങ് പൊടിച്ച് വെക്കുക. കല്ലുപ്പ് ഈ തേങ്ങയുടെ കൂടെ ഇട്ട് പൊടിക്കാമെന്ന് വെച്ചാൽ അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് ആദ്യമേ അങ്ങ് ഒന്ന് പൊടിച്ചങ്ങ് വെച്ചേക്കണം. കുറേശ്ശെ ഇട്ടിട്ട് അധികം കറക്കിയെടുക്കരുത്. 2 കറക്ക് കറക്കുക, അത് കഴിഞ്ഞ് നോക്കുക, പിന്നെ കറക്കുക. അങ്ങനെ ഒറ്റയടിക്ക് കറക്കിയെടുക്കരുത്. കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. ചമ്മന്തി എല്ലാം നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കലാപരിപാടി എന്നാണെന്നറിയോ? നന്നായിട്ടുള്ള ഒരു മിക്സിങ്. ഈ ഒരു മിക്സിങ്ങിലാണ് നമ്മുടെ ടേസ്റ്റ് അറിയുക. നല്ല പോലെ മിക്സ് ചെയ്യണം. നമ്മൾ 3 തേങ്ങ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയിട്ട് കിട്ടിയത് എത്രയാണെന്ന് നോക്കി. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും മിക്സ് ചെയ്ത് കാണിച്ചു തന്നെ. നല്ല പോലെ മിക്സ് ചെയ്യണം കേട്ടോ. ഓക്കെ, നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ നന്നായിട്ട് ഇളക്കിയായിരുന്നു. ആ ഇളക്കിലാണ് പിന്നെ നമുക്ക് ഉപ്പും പുളിയും ഒക്കെ അറിയുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഈ തേങ്ങയിൽ ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിച്ച് കുറച്ച് കഴിഞ്ഞിട്ടേ നമുക്കതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് മനസ്സിലാവുള്ളേ. അപ്പം എന്തായാലും ഒരു അടിപൊളി ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചോറിനകത്തോട്ട് ഇച്ചിരി ചമ്മന്തിപ്പൊടിയും കുറച്ച് തൈരും കൂടെ ഒഴിച്ച്, കട്ട തൈരും കൂടെ ഒഴിച്ചിട്ട് കുഴച്ച് തിന്നാൻ ഒരു നല്ല എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സ്വാദാണ് അല്ലേ. അപ്പോൾ ഉണ്ടാക്കി നോക്കിക്കോളൂ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ. ഇതിപ്പം എൻ്റെ സുഹൃത്തിൻ്റെ മകൾക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. മനോജ് മാഷിൻ്റെ മോള് ചെന്നൈ പഠിക്കുക. അപ്പം മാഷ് എന്നോട് പറഞ്ഞപ്പം ഞാൻ മാഷിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പം ടേസ്റ്റ് നോക്കട്ടെ. ഉപ്പും പുളിയും എരിവും കാന്താരിമുളക് പൊളിച്ചു കേട്ടോ. നാക്കയിൽ ഇങ്ങനെ വെക്കണം, എന്നിട്ട് അതിങ്ങനെ അലിഞ്ഞിറങ്ങണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അല്ലേ. സൂപ്പറാണേ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തു വിടാനും. എന്തായാലും ഇത് 1 മാസം ഒന്നും നോക്കണ്ട, ഒന്നും ആവത്തില്ല. അതിനാണ് എപ്പോഴും നനവില്ലാത്ത പാത്രങ്ങളും സ്പൂണും ഒക്കെ എടുക്കണ്ടേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.